രാധേ രാധേ. നമ്മുടെ ഋഷിമാരുടെ തപോവനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? നിശബ്ദതയാണ്. നിങ്ങൾ ശ്രീബുദ്ധന്റെ ഗയയിലുള്ള ആ ജന്മസ്ഥലത്തെ ക്ഷേത്രത്തിലേക്ക് നിങ്ങളൊന്ന് പോയേ. ഞാൻ പോയിട്ടുള്ളതാണ്. പിൻ ഡ്രോപ്പ് സൈലന്റ് ആണ്. അവിടെ വരുന്ന ഒരു മനുഷ്യരും ഒറ്റ അക്ഷരം മിണ്ടത്തില്ല. നിശബ്ദമായി അതിന് വലത്തു വെച്ചിട്ട് പോവുകയാണ്. പ്രാർത്ഥന പോലും മനസ്സിലാണ്, ചുണ്ടുകൊണ്ട് ആരും ചൊല്ലില്ല. കാരണം നിശബ്ദതയാണ് ദൈവം. നീ നിശബ്ദനാകുമെങ്കിൽ നിനക്ക് ദൈവത്തിൻ്റെ പാദചലന ശബ്ദം കേൾക്കാൻ പറ്റുമെന്നാണ് ശ്രീബുദ്ധൻ പറയുന്നത്. നമ്മൾ അമ്പലങ്ങളിലേക്ക് പോകുന്നതിൻ്റെ പ്രധാന കാരണം ബാഹ്യ ശബ്ദങ്ങളിൽ നിന്നും ബാഹ്യ കാഴ്ചകളിൽ നിന്നും മനസ്സിനെ മാറ്റി ഉള്ളിലിരിക്കുന്ന ദൈവീക ചൈതന്യത്തെ കാണുന്നതിനാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കണ്ണുകൾ അടച്ചാണ് പ്രാർത്ഥിക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ഏകാഗ്രത കിട്ടാൻ ആ വിഗ്രഹത്തിലേക്ക് മാത്രം നോക്കിയാണ് ചെയ്യുന്നത്. തപസ് ചെയ്യാൻ കഴിയാത്ത, വീട്ടിലെ ബഹളത്തിൻ്റെ ഇടയിൽ ധ്യാനത്തിലൊന്നും ഇരിക്കാൻ കഴിയാത്ത സാധാരണക്കാരന് വേണ്ടിയാണ് ഈ അമ്പലം എന്ന് പറയുന്നത്. ഇന്ന് അമ്പലത്തിൽ ചെന്നാൽ നമുക്ക് ഏകാഗ്രത കിട്ടത്തില്ല. മൈക്കിലൂടെ പാട്ട് വെച്ചങ്ങ് അടിക്കുകയാണ്. അത് ഭഗവാന്റെ പാട്ടാണെങ്കിൽ പോലും നമുക്ക് സ്വസ്ഥമായിട്ട് മനസ്സിനൊരു ഏകാഗ്രത കിട്ടത്തില്ല. നമുക്ക് എങ്ങനെയാണ് ഇന്ദ്രിയങ്ങൾ അടക്കാൻ കഴിയുന്നത്? ഭഗവാനോട് നമുക്ക് സംവദിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? നമുക്ക് ഭഗവാനോട് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ മൈക്ക് ഇങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ എല്ലാ ഏകാഗ്രതയും ഇല്ലാതാകുന്നു. അതുപോലെ തന്നെയാണ് ചില സമയത്ത് അടുത്ത് നിൽക്കുന്നവർ ഉച്ചത്തിൽ കിടന്ന് പ്രാർത്ഥന ചൊല്ലുന്നത് കേൾക്കാം. അപ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന നമുക്കൊരു ഏകാഗ്രത കിട്ടില്ല. ഹിന്ദിയിൽ ഒരു കഥയുണ്ട്. അമ്പലത്തിൽ എന്നും മൈക്ക് വെച്ച് പുരാണം വായിക്കുന്ന ഒരാളുണ്ടായിരുന്നു. രാവിലെ ആകുമ്പോഴേ തുടങ്ങും. അയാൾ മരിച്ചപ്പോൾ നരകത്തിൽ പോയി. അയാൾ ദൈവത്തോട് സങ്കടം പറഞ്ഞപ്പോൾ ദൈവം ചോദിച്ചു, നീ എന്താ കരുതുന്നത്? ഞാൻ ബധിരനാണെന്ന് കരുതിയോ? നീ നിന്റെ മനസ്സിൽ പറഞ്ഞാൽ മതി, എനിക്ക് കേൾക്കാം. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് അമ്പലങ്ങളിലെ ഈ മൈക്കിന്റെ കാര്യം പുനഃപരിശോധിക്കണം. ഗുരുവായൂർ പോലുള്ള വലിയ അമ്പലങ്ങളിൽ പോലും മുന്നറിയിപ്പ് നൽകാൻ മാത്രമേ അത് ഉപയോഗിക്കാറുള്ളൂ. പേഴ്സ് കളഞ്ഞു കിട്ടി, അല്ലെങ്കിൽ നട തുറന്നിരിക്കുന്നു എന്ന് പറയാൻ മാത്രമേ ഉപയോഗിക്കൂ. ശാന്തിയും സമാധാനവും അമ്പലത്തിൽ വേണം. നമ്മുടെ അമ്പലങ്ങൾ ഇനി എന്നാണ് തപോവനങ്ങൾ പോലെ നിശബ്ദമായി വിശുദ്ധമായി തീരുന്നത്? ശ്രീബുദ്ധന്റെ ഗയ പോലെ എന്നാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ നിശബ്ദമായി മാറുന്നത്? കാത്തിരിക്കാം.